വിശുദ്ധ റമദാനിന് മഹത്വമുണ്ടാവാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഈ മാസത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ അത് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. റമദാനിലെ എല്ലാ ദിനരാത്രങ്ങളിലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല. റമദാനിലെ അതിമഹത്തരമായ ഒരു രാവുണ്ട്, അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവ്. ആ രാവ് ഉൾക്കൊള്ളുന്ന മാസമായതുകൊണ്ട് റമദാനിന് മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആവട്ടെ നമ്മുടെ ഭരണഘടനയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. പലപ്പോഴും നാം അത് ചിന്തിക്കാറില്ല. ഒരു വലിയ മുതലാളി, അയാൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, കാറുകളുണ്ട്, ഇങ്ങനെ തുടങ്ങി വലിയ ഒരു സമ്പന്നൻ. പക്ഷേ അയാളടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിൻ്റെയും റെക്കോർഡ് അയാളുടെ കയ്യിലില്ല. റെക്കോർഡുകളില്ലാതെയാണ് ഈ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമസ്ഥനായി അറിയപ്പെടുന്നത് എങ്കിൽ നമ്മളൊക്കെ അയാളെക്കുറിച്ച് എന്താ വിലയിരുത്തുക? അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ നട്ടകാരിയായിരിക്കും. പരിശോധനയ്ക്ക് വരുമ്പോഴാണ് പേപ്പറുകളൊന്നും ക്ലിയർ അല്ല, ഒരു നിലക്കുള്ള റെക്കോർഡുകളും അതില്ല. കാരണം ഇതിനുള്ള അർഹത ഈ സ്ഥാപനത്തിൻ്റെ, ബിൽഡിങ്ങിൻ്റെ, അതുപോലെയുള്ള അയാൾ അധീനപ്പെടുത്തിയിട്ടുള്ള ഒന്നിനും അയാൾക്ക് അവകാശമില്ലാത്ത വിധത്തിലാണ് എങ്കിൽ അതെല്ലാം ഗവൺമെൻറ് കൊണ്ടുപോകും. പിന്നീട് അയാൾ പാപ്പർ സൂട്ടായി നടക്കേണ്ടി വരും. ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടെല്ലാം നാം ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഇസ്ലാമിൻ്റെ ദായിറയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല. പാരത്രിക ലോകത്ത് നാം പരാജയപ്പെട്ടു പോകും വിശുദ്ധ ഖുർആനെ അവഗണിച്ചാൽ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് തന്നെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ആ ഖുർആൻ കേൾക്കാൻ എന്തൊരു ചന്തമാണ്, പാരായണം ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ മഹത്വങ്ങൾ. ഖുർആൻ കേൾക്കുന്നതും ഖുർആനിലേക്ക് നോക്കുന്നതും ഖുർആനിൽ ചിന്തിക്കുന്നതുമൊക്കെ വലിയ വലിയ മഹത്വമുള്ള ഇബാദത്താണ്. പക്ഷേ അതിനൊന്നും നമുക്ക് സമയമില്ല, നമ്മൾ വലിയ തിരക്കാണ്. ഖുർആനെന്ന് എടുത്തു വെച്ച് നോക്കി ഒരല്പസമയം പാരായണം ചെയ്യുമ്പോഴേക്ക് നമുക്ക് വലിയ തിരക്കായി പോയി ഓടിപ്പോവുകയാണ്. വേറെ വലിയ തിരക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ദുന്യവിയായ ആവശ്യങ്ങളാണ്, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആനിലേക്ക് നോക്കുന്നത് വലിയ ഇബാദത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅക്ക് മുമ്പും അല്ലെങ്കിൽ ശേഷമൊക്കെ ഖതീബുമാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ അവരിങ്ങനെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ആ ഖുർആൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. കേട്ടിരിക്കലും നമ്മുടെ മേൽ കടമയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അള്ളാഹുവിൻ്റെ ഓർഡറാണിത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഫസ്തമിഊ ലഹു, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. മാത്രമല്ല വഅൻസിതു, നിങ്ങൾ മൗനം ദീക്ഷിക്കണം. ആ സമയത്ത് മറ്റ് സംസാരങ്ങളിൽ ഇടപെടരുത്, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ മിണ്ടാതിരിക്കുകയും വേണം. പക്ഷേ ഖുർആൻ്റെ കൂടെ ഓതാവുന്നതാണ്, അതിനെ അലങ്കോലപ്പെടുത്തുന്ന വിധത്തിലല്ല. മറ്റ് എന്തെങ്കിലും ദുന്യവിയായ സംസാരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം. പലപ്പോഴും വഅദിൻ്റെ മജ്‌ലിസുകളിലൊക്കെ ആ വഅദ് തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദുമാരെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ, സാദാത്തുക്കളെ, നേതാക്കളെയൊക്കെ കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സദസ്സിലൊരു ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഖുർആനിൻ്റെ കേസറ്റുകൾ ഇടുന്നവരുണ്ട്. ആ കേസറ്റ് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല. അവിടങ്ങളിലൊക്കെ സംസാരങ്ങളാണ്, മറ്റ് ചിന്തകളിലാണ്. ഈ ശബ്ദമുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ്. ആ വിധത്തിലല്ല ഖുർആനെ നാം ശ്രദ്ധിക്കേണ്ടത്. പോകുന്ന സമയത്ത് കേസറ്റിൽ
ആവട്ടെ, നാം ഖുർആൻ കേട്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ആയത്ത് പൂർത്തിയാകുന്നത് വരെ നാം വളരെ ശ്രദ്ധയോടുകൂടെ സമയമുണ്ടെങ്കിൽ പൂർണ്ണമായി എത്ര സമയമാണോ അത്രയും നിന്ന് കേൾക്കാൻ വേണ്ടി നാം തയ്യാറാവണം. പലപ്പോഴും ഉസ്താദ്മാരും ഇങ്ങോട്ട് വരുമ്പോൾ ഒരായത്തങ്ങ് തുടങ്ങി അതങ്ങ് പരിപൂർണമായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലഫ്ലുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഓപ്പറേറ്റർമാർ അതങ്ങ് ബട്ടൺ അമർത്തിയാൽ ആ ആയത്തിൻ്റെ അതിൻ്റെ ആ പവറൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എവിടെയാണോ ചങ്കിപ്പിടിച്ചത് അവിടെയാണ് സ്റ്റോപ്പാക്കപ്പെടുന്നത്. ആ രൂപത്തിലല്ല വേണ്ടത്. ഓപ്പറേറ്റർമാരാണെങ്കിലും ആ ആയത്ത് പൂർണ്ണമായതിന് ശേഷം സ്വിച്ച് ഓഫാക്കുമ്പോൾ അതിനും പ്രതിഫലമുണ്ട്. അവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനോടുള്ള മര്യാദയാണ്. അപ്പോൾ ഖുർആനിലേക്ക് നോക്കൽ അതിമഹത്തരമായ ഇബാദത്താണ്. ഖുർആൻ കേൾക്കൽ അതും പുണ്യകരമാണ്. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് ആജ്ഞാപിക്കുന്നത്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ നൽകപ്പെടുന്നവരാവാൻ വേണ്ടി നാം കാരുണ്യത്തിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നവരാണ്. ഈ റമദാൻ ഷരീഫിൻ്റെ 1-ാമത്തെ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കാരുണ്യം ചൊരിഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ 10 എന്നാണ് ഇതിൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടെ ഈ ആദ്യത്തെ 10 സമാപിക്കുകയാണ്. രണ്ടാമത്തൊരു 10ലേക്ക് നാം കടക്കാനിരിക്കുകയാണ്. പരമാവധി അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം, മഗ്ഫിറത്തിന് വേണ്ടി ആവശ്യപ്പെടണം, സ്വർഗത്തിന് വേണ്ടി ആവശ്യപ്പെടാം, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അപേക്ഷ നൽകണം. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലാണോ നാം എന്ന് വളരെ വളരെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് നിങ്ങളെല്ലാവരും വരണമെന്ന് അള്ളാഹു നമ്മെ വളരെ സ്നേഹത്തോടു കൂടെയാണ് ക്ഷണിക്കുന്നത്. ഇന്നത്തെ ഖുത്ബയിൽ നാം കേട്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന യാ ഇബാദിയല്ലദീന ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ. അള്ളാഹു വളരെ സ്നേഹത്തോടു കൂടെയാണ് യാ ഇബാദി, എൻ്റെ അടിമകളെ. ആ എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നതിൽ അങ്ങേയറ്റത്തൊരു സ്നേഹവും കാരുണ്യവും അവിടെ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, എനിക്ക് ഏറ്റവും പ്രിയമുണ്ട് നിങ്ങളോട്, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഖുൽ നബിയെ തങ്ങൾ പറയണം യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് സംബോധനം ചെയ്യാൻ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾക്ക് മേൽ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയവരാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അങ്ങനെയുള്ള എൻ്റെ അടിമകളെ ക്ഷണിക്കുക. എന്താണ് പറയുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങളാരും ആശ മുറിയരുതേ, ഒരിക്കലും നിരാശ വേണ്ട. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയല്ലോ. ഓരോരുത്തരും അവനവൻ്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചാണ് ഓർക്കേണ്ടത്. അതിൻ്റെ പേരിലാണ് ഭയപ്പെടേണ്ടത്. അതിൻ്റെ പേരിലാണ് അല്ലാഹുവിലേക്ക് എതിച്ചു മടങ്ങേണ്ടത്. മറ്റേതെങ്കിലും കുറ്റവാളികളെ കുറിച്ചുള്ള ചിന്തയല്ല, അവരെക്കുറിച്ച് വിലയിരുത്തലല്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എത്രയാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്തത്, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചത്, എന്ത് ഇബാദത്താണ് എൻ്റെ കൈവശമുള്ളത്, അള്ളാഹുവിലേക്ക് ചെല്ലാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന അങ്ങേയറ്റത്തെ ബേജാറോടുകൂടെ നാം ചെയ്ത തെറ്റുകുറ്റങ്ങളാണ് ഏറ്റവും വലിയത് എന്ന ഓർമ്മയോടുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊത്തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുപോലെ, മടങ്ങേണ്ടതുപോലെ മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കുമ്പോൾ അള്ളാഹു ഏറ്റെടുക്കാൻ രക്ഷപ്പെടുത്താനും അവൻ സന്നദ്ധനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ വല്ലാതെ പുറത്തു തരുന്നവനാണ്, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്. ആ കാരുണ്യവും മഗ്ഫിറത്തും കണക്കിലെടുത്തുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടണം, റബ്ബിലേക്ക് മടങ്ങണം എന്ന് എന്നോടും നിങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയും
നമ്മുടെ തൗബയും അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള അപേക്ഷയുമൊക്കെ സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ്, അവസരങ്ങളാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലുള്ള നോമ്പ്, നാം എല്ലാവരും നോമ്പുകാരാണ്. ആ നോമ്പിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണം. നോമ്പ് എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കേണ്ടത്, ഏതെല്ലാം വിധേനയാണ് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് കേവലം അന്നപാനീയങ്ങളിൽ നിന്ന് ഒഴിവാവൽ മാത്രമല്ല, അതേ ഫജ്ർ മുതൽക്ക് അസ്തമാനം വരെ വിശപ്പും ദാഹം സഹിക്കൽ കൊണ്ട് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നോമ്പിലൂടെ നാം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ സംസാരങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മഹദിയായ ബീവി മറിയം റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറഞ്ഞില്ലേ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, തീർച്ചയായും ഞാൻ റഹ്മാനായ അല്ലാഹുവിന് നോമ്പിനെ നേർച്ചയാക്കിയിരിക്കുന്നു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരാളോട് ഞാൻ മിണ്ടുകയില്ല, ഞാൻ സംസാരിക്കുകയില്ല. ആ നോമ്പ് അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാവ് കൊണ്ടുള്ള സംസാരം നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന, നോമ്പിന് അപാകതകൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന സംസാരങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, കയ്യിനെ സൂക്ഷിക്കണം, എല്ലാ അവയവങ്ങളെയും നമ്മുടെ മനസ്സിനെയുമൊക്കെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം, അതുപോലെ വെള്ളം, ഇതിനെ തൊട്ടൊക്കെ ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കുന്നതിനെ കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതേ പരിപൂർണ നോമ്പുകാരാകുമ്പോൾ മാത്രമേ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് നോമ്പിനെ നാം കാത്തു സൂക്ഷിക്കുക. അതുപോലെ നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങളും അനുബന്ധ സുന്നത്ത് നിസ്കാരങ്ങളും, രാത്രിയിലുള്ള പ്രധാനപ്പെട്ട സുന്നത്തായ തറാവീഹ് നിസ്കാരം, അതും നാം സൂക്ഷിക്കേണ്ടതുണ്ട്. നോമ്പിനെ കുറിച്ചും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരിക്കൽ പറഞ്ഞത് മൻ സ്വാമ റമദാൻ, മറ്റൊരു ഖാമ റമദാൻ. ആരെങ്കിലും റമദാനിൽ അതേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വളരെ വിശ്വസ്തയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നോമ്പ് നോറ്റാൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. രാത്രിയിൽ തറാവീഹ് നിസ്കാരം ഉൾപ്പെടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരാൾ മടങ്ങുമ്പോൾ തീർച്ചയായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നാം അങ്ങേയറ്റം സമയം ചെലവഴിക്കേണ്ടവരാണ്. റമദാനിൽ പ്രത്യേകിച്ചും മുൻഗാമികളായ മഹാന്മാരിൽ പലരും അതേ 10 ഖത്മാത്തുകൾ, 20 ഖത്മാത്തുകൾ, 30 ഖത്മാത്തുകളൊക്കെ തീർക്കുന്നവരുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റമദാൻ അല്ലാത്ത കാലത്ത് ഓരോ ദിവസവും ഓരോ ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. റമദാനിലാകുമ്പോൾ 2 ഖത്മാണ് ഒരു ദിവസം തന്നെ തീർക്കുന്നതെങ്കിൽ നമുക്കിത് പറയാൻ കഴിയുമോ? പറയാനുള്ള യോഗ്യത പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. എങ്ങനെയെങ്കിലും ഓതിയാൽ പോരാ, അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, അതിൻ്റെ മഹത്വങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മര്യാദപൂർവ്വം ഓതുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിഫലമുണ്ട്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് മഹത്വങ്ങളാണ്. അർത്ഥതലത്തിൽ നാം വരേണ്ടവരാണ്, അർത്ഥം പഠിക്കേണ്ടവരാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത എത്രയെത്ര ആളുകളുണ്ട്. അത് നന്നായി പാരായണം ചെയ്യാൻ കഴിയാത്തവരുണ്ട്. ഖുർആൻ ആവട്ടെ, അത് എത്ര കേട്ടാലും കൊതിയും മതിയും തീരാത്തതാണ്. കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി ബിഹി അസ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൽ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറതി. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയത് മറക്കാതിരിക്കാൻ വേണ്ടി മഹാന്മാർ ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥനാ പദ്യങ്ങളിൽപ്പെട്ട 2 വരിയാണിത്. കലാമുൻ ഖദീം, അള്ളാഹുവിൻ്റെ മുമ്പേയുള്ള മഹത്തരമായ കലാമായ വിശുദ്ധ ഖുർആൻ
ലാ യുമല്ലു സമാഉഹു, എത്ര കേട്ടാലും കേട്ടാലും കൊതിയും മതിയും തീരാത്തതാണ്. നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓതുമ്പോൾ നിസ്കാരത്തിന് നമ്മൾ ഫാത്തിഹ എത്ര തവണയാണ് കേൾക്കുന്നത്, പക്ഷേ അത് നന്നായി അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല ശൈലിയിൽ ഓതുമ്പോൾ ആ ഫാത്തിഹ തന്നെ കേൾക്കാൻ നമുക്ക് എത്ര ചന്തമാണ്. ലാ യുമല്ലു സമാഉഹു, ഒരിക്കലും മടി വരാത്തതാണ്. എത്ര കേട്ടാലും കേട്ടാലും മതി വരാത്തതാണ്. തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയ്യതി, എല്ലാ പ്രവർത്തനങ്ങളെത്തൊട്ടും എല്ലാ ചിന്തകളെത്തൊട്ടും അത് വളരെ വിശുദ്ധമാണ്. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് ബിഹി അഷ്തഫി മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ഞാൻ ശമനമായി ഖുർആനിനെ കാണുകയാണ്. ഖുർആൻ കൊണ്ട് ഞാൻ ഇതാ ചികിത്സിക്കുകയാണ്. എല്ലാ രോഗങ്ങളും എനിക്ക് മാറിക്കിട്ടണം. കേവലം ബാഹ്യമായ രോഗങ്ങൾ മാത്രമല്ല, ആന്തരികമായ രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ഏറ്റവും മതിയായ ശിഫ ആണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിച്ചിരിക്കുന്നു മാ ഹുവ ശിഫാ, അതിൽ ശിഫാ ഉണ്ട്, ശമനമുണ്ട്, രോഗശമനമുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിമഹത്തരമായ റഹ്മത്താണ്, കരുണയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നാം ഒരിക്കലും അവഗണിക്കരുത്. ഖുർആൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടാവണം. ഖുർആനെ പിടിക്കുമ്പോൾ തന്നെ മുസ്ഹഫ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിനെ താഴ്ത്തിപ്പിടിക്കാൻ പാടില്ല. മറിച്ച് എടുക്കുന്ന സമയത്ത് പരിപൂർണ വുദൂഓടുകൂടെ ഖുർആൻ ഇങ്ങനെ മാറത്തെ കണച്ചുകൊണ്ടാണ് പിടിക്കേണ്ടത്. അതിനോടുള്ള ബഹുമാനം, നമ്മുടെ ചെറിയ മക്കളെ പിടിക്കുമ്പോൾ എത്രമാത്രം വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടു കൂടെയാണോ കുട്ടികളെ പിടിക്കാറുള്ളത്, നാം നമ്മുടെ ചെറിയ മക്കളിങ്ങനെ കൈ പിടിച്ച് തൂക്കി പിടിച്ചിങ്ങനെ കൊണ്ടുപോവില്ല. താഴത്ത് വെക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈപിടിച്ച് തൂക്കിക്കൊണ്ടുപോവുകയില്ല. താറാവിനെയും മറ്റ് ജീവികളൊക്കെ കൊണ്ടുപോകുന്നവരെ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോവില്ലല്ലോ. ഇതുപോലെ ഖുർആൻ ഒരിക്കലും ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാൻ പാടില്ല. അത് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രത്യാശയോടുകൂടെ മാറത്തെ കണച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഖുർആനെ നാം വന്ദിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഇടയ്ക്ക് ഖുർആൻ ഒന്ന് ചുംബിക്കുന്നത് അത് പുണ്യമാണ്. പക്ഷേ വായിൽ നിന്ന് തുപ്പുനീരോ അതുപോലെയുള്ള മിളച്ചമായതൊന്നും ആ ഖുർആനിലേക്ക് മുസ്ഹാഫിലേക്ക് ആക്കാൻ പാടില്ല. ഏതെങ്കിലും ഭാഗത്തൊക്കെ ചൊറഞ്ഞ് മാന്തിയിട്ട് ശരീരത്തിലുള്ള വിയർപ്പുകളും മറ്റൊക്കെ കയ്യിലാക്കിയിട്ട് ആ കൈ കൊണ്ട് ഒരിക്കലും ഖുർആൻ പിടിക്കാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം. ചില ആളുകൾ ഇങ്ങനെ നോട്ടെണ്ണുന്നത് പോലെ ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ കയ്യിൻ്റെ വിരലും ഇങ്ങനെ തൊട്ടിട്ട് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് അത് മറിച്ചിട്ട് കിട്ടാൻ വേണ്ടി ചില ആളുകൾ നാവും ഇങ്ങനെ തൊടാറുണ്ട്. തൊട്ടിട്ട് ഖുർആൻ്റെ ഏടുകൾ മറിച്ചാൽ സുബ്ഹാനല്ലാഹ് അത് ഹറാമാണ്, തരിച്ച ഹറാമാണ്. നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, നാം വളരെ കാവലോടുകൂടെ ശ്രദ്ധയോടുകൂടെയാണ് വിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഖുർആൻ വളരെ മഹത്വത്തോടുകൂടെയാണ് നാം ആദരവോടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട്, നമുക്ക് ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ എപ്പോഴും അങ്ങനെ ഇരുന്ന് ഓതലാണ്. നല്ല നിയ്യത്തോടുകൂടെ ഇരുന്നിങ്ങനെ ഓതിയാൽ എത്രയാണ് അള്ളാഹു എത്രയാണ് നമുക്ക് തരുന്ന പ്രതിഫലം, കുറച്ചൊന്നുമല്ല. ഒരാളിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ആളത് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യാണ്. അയാളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുന്നുണ്ട്. ഒരാളാവട്ടെ അയാളിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരാളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, വേറൊരാൾ എന്തോ ഒരു ഖൈറുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ശഗലഹു ദിക്രി വതിലാവതു കിതാബി, ആരെങ്കിലും എൻ്റെ സ്മരണയിലായി സമയം ചെലവഴിക്കുന്നു. ഒരാൾ ഇരിക്കുന്നു ഇങ്ങനെ അല്ലെങ്കിൽ നിൽക്കുന്നു, അയാൾ ഓർമ്മ എന്താണ്? അല്ലാഹ് 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 എന്ന ചിന്തയാണ്. ആ ചിന്ത രൂഢമൂലമാവാൻ വേണ്ടിയാണ് പ്രത്യേകം അദ്കാറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് ആ സ്മരണമൊന്നും വരാറില്ല. നമ്മളതങ്ങനെയാണ് ചൊല്ലിത്തെറി. എങ്ങനെ തീർത്ത് ഇന്നലെ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയെന്ന് ആർക്കാ അപ്പോൾ ധൈര്യം പറയാൻ കഴിയുക? ജുമുഅ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കണക്ക് പ്രകാരം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ധൈര്യത്തോടുകൂടെ ചോദിച്ചാൽ പറയാനൊരു പക്ഷെ പ്രയാസമായിരിക്കും. ഇല്ല എന്നല്ല പറയുന്നത്.
ഉള്ളവരൊക്കെ ആ കണക്കങ്ങ് പറഞ്ഞ് തീർക്കണേ, അല്ലെങ്കിൽ വിരലെന്തായിട്ടുണ്ടാവും, വിരൽ 30, 35, 40, 55 ആയിട്ടുണ്ടാവും വിരൽ. ചൊല്ലിയതോ അതെവിടെ കെടുക്കായിരിക്കും. ആ രൂപത്തിലല്ല, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് ദിക്റുകളെല്ലാം അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ, ഒരിക്കലും മറന്നു പോവരുത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം തന്നെ അതിനെ പരിരക്ഷിക്കുന്നതാണ്, കാത്തു സൂക്ഷിക്കുന്നതാണ്. ഖുർആനെ കുറിച്ച് ദിക്ർ എന്നാണ് പറഞ്ഞത്. അതെ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു. പിന്നെന്താണ് മുഅദ്ദിൻമാർ പറയുമല്ലോ ഒരു ദിക്ർ, ഒരു ദിക്ർ. ഏതായത്തത് ഓർക്കുന്നുണ്ടോ? ഏതാ ദിക്ർ? ഖുതുബനെ പറ്റി പറഞ്ഞു കൊടുത്ത ദിക്ർ പറഞ്ഞല്ലോ. ഖുതുബയെക്കുറിച്ചും ദിക്ർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ ആവട്ടെ, ആ ദിക്റുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയാണ്, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അതോടുകൂടെ ചെയ്യുന്ന അമാലു സാലിഹാത്തുകൾക്കേ മൂല്യമുള്ളൂ. അങ്ങനെ അത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ധാരാളം കൂലി തരാനാണ് റമദാനിൽ അല്ലാഹു തആല നമുക്ക് ഓഫർ തന്നിട്ടുള്ളത്. കൂടുതലായി നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്താ ചൊല്ലാൻ പറഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇങ്ങനെയുള്ള ആ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക. തസ്ബീഹുണ്ട്, ദിക്റുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം സമാഹരിച്ചിട്ടുള്ള അതിങ്ങനെ ധാരാളം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും കൂടുതൽ ചൊല്ലാൻ വേണ്ടി സമയം ചിലവാക്കിയില്ല. കരഞ്ഞു ദ്വാരക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ദിക്റുകളൊന്നും ചൊല്ലിയില്ല, നിസ്കരിച്ചില്ല എന്നല്ല പറയുന്നു കേട്ടോ. നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിച്ചു. ബാക്കിയുള്ള സമയമൊക്കെ എന്തേനാണ്? ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. എങ്കിൽ മൻ ശഗലഹു ദിക്രി, എൻ്റെ സ്മരണ ഒരാൾ ജോലിയാക്കി കളഞ്ഞു. അയാളുടെ ടെൻഷൻ, അയാളുടെ ചിന്ത, അയാൾ സമയം ചെലവഴിക്കുന്നത് എൻ്റെ സ്മരണയിലാണ്, എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് കഴിയും ഇതിന്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മളെക്കുറിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഓർക്കുന്നത്? അല്ല, മറ്റൊന്നും ഇപ്പം ശരിയായില്ല, മറ്റേ ആൾക്ക് ഒരുപാട് കിട്ടിയിരിക്കണേ, എനിക്കൊന്നും കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള. അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ മോശമുള്ള ആളൊന്നുമല്ല, വളരെ ഉഷാറാണ് ഞാൻ, അയാൾ വളരെ മോശമാണ് കേട്ടോ. ഈ രൂപത്തിലൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എങ്കിൽ ഒരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ സ്മരണയിലാണോ സമയം ചെലവഴിച്ചത്? വ തിലാവത്തു കിതാബി, എൻ്റെ ഖുർആനിനെ പാരായണം ചെയ്തുകൊണ്ട് സമയം ചെലവഴിച്ചാൽ അഅതൈതുഹു, അവന് ഞാൻ നൽകുന്നതാണ് മിസ്ലമാ ഉഅതിയ സായിലൂൻ. നേരത്തെ പറഞ്ഞല്ലോ, കരഞ്ഞുകൊണ്ട് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നൽകുന്നത് എൻ്റെ ഖുർആനായിട്ട് ജോലിയായി ഇരിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്നത്. മറ്റ് അമാലുകളൊക്കെ ചെയ്യുന്ന അവർക്കൊക്കെ കൊടുക്കുന്ന പ്രതിഫലം, അതുപോലെ തന്നെ ഈ ഓതിയതിൻ്റെ പ്രതിഫലം ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്ന പറഞ്ഞ് അത്രയും മഹത്വമാണ് ഖുർആൻ. പക്ഷേ ആ ഖുർആനെ നാം അവഗണിക്കുകയാണ്. ഖുർആൻ പാരായണത്തിൽ നമുക്ക് താല്പര്യമില്ല. എത്ര രസകരമാണ്! ഈജിപ്ത് പോലെയുള്ള നാടുകളിലൊക്കെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്നു. പക്ഷേ അവിടെ ആരുമില്ല. ഓതുന്നത് ആരാണ്? ഒരു കാസറ്റാണ് ഓതുന്നത്. അത് പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്, ടി വിയിൽ കാണിക്കപ്പെടുകയാണ്. നേരത്തെ മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമഹുല്ലാഹ്, അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. വലിയ കാര്യമാണ്, ഹാഫിളാണ്. ഒരുപാട് ഖിറാഅത്തുകൾ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സ്റ്റേജുകളിൽ, വിവിധ പരിപാടികളിൽ പാരായണം ചെയ്ത ആ പാരായണങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ഇങ്ങനൊരു പരിപാടിയുണ്ട്. എന്താ പരിപാടി? അബ്ദുൽ ബാസിത്തിൻ്റെ ഖിറാഅത്ത് ഇന്നാലിൻ്റെ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓതിയ ആ ഖിറാഅത്ത് കേൾപ്പിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവിടെ തടിച്ചുകൂടി. നമുക്ക് ഖുർആൻ ഇങ്ങനെ ആളിങ്ങനെ നിന്നിട്ട് ഓതിയാൽ നമ്മളാണ്ട് പോകും. ഒരു ഫാത്തിഹ വരെ ഓതി പൂർത്തിയാക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, എഴുന്നേറ്റാണ്ട് പോകും. നേരല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മുറ്റത്ത് അങ്ങനെ നിൽക്കും, ഒരു മണിക്കൂർ നിന്നിട്ട് വർത്തമാനം പറയും. പള്ളിയിലങ്ങ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കാണ്. എപ്പോഴും തോന്നും ഞാനിപ്പോൾ എഴുന്നേറ്റ് പോവുക. ഇങ്ങനെ ആവാൻ പാടില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റിൻ്റെ, ഖുർആനിൻ്റെ, അതുപോലെ നിസ്കാരത്തിൻ്റെയൊക്കെ മജ്ലിസിൽ എത്രയാണോ ആളുകൾ കടന്നിരിക്കുന്നത്, ആ ഇരിക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല ഒരുപാട് സവാബുകൾ കൊടുക്കുകയാണ്. എത്രത്തോളം നല്ല നല്ല നിഷ്കളങ്കരായ ആളുകൾ ധാരാളമുണ്ട്. കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കയറി, പോയാലോ, എഴുന്നേറ്റ് പോയാലോ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയല്ലോ, നിങ്ങളെ പറ്റിയൊന്നല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരാളെ മനസ്സിൽ വന്നു പോയാൽ അയാൾക്ക് വരെ മുതലാക്കാൻ കഴിയുന്ന, അങ്ങനെ ചിന്തിക്കണം എന്നല്ല പറയുന്നത്,
ആ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യം കാണിക്കാത്തവൻ വരെ മറ്റുള്ള മുഅ്മിനീങ്ങളോട് കൂടെ ഇടകലർന്ന കാരണം കൊണ്ട് സയ്യിദുൽ ഖൗമി ലാ യഷ്ഖാ ജലീസുഹും ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും, അവരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നു. ആ കൂട്ടത്തിൽ പെട്ടുപോയ സാധുക്കളെയും അള്ളാഹു പരിഗണിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടെ നാം പാരായണം ചെയ്യണം. നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അലാ എന്ന് പറയുന്നത് ഉണരാൻ വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയാണ്. ശ്രദ്ധ പോയവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് കേൾക്കുമല്ലോ, ഒരു അനൗൺസ്മെൻറ്റുകൾ നിൽക്ക് എന്താണ് കേൾക്കുന്നത്? ഇന്ന ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഒരിക്കൽ വിളിച്ച് പറയും, ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട്, ജനാസ സംസ്കാരം ഇന്ന സമയത്ത് ഇന്ന ഖബർസ്ഥാനിൽ നടത്തപ്പെടും എന്നൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ എന്താണാവോ, നാട്ടിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ആരാണാവോ മരിച്ചത് എന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെ ഒരു ഉണർത്തലാണ് അലോ അലോ എന്ന് പറയില്ലേ, ഇതുപോലെയാണ് അലാ. അലയെന്ന് വന്നായിരിക്കും ചിലപ്പോൾ ഹലോ എന്ന് വിചാരിക്കണേ. അല്ലാഹു അലം. അലാ അറിയുവീൻ, അറിയുവീൻ, അലാ അറിയുവീൻ. പിന്നെന്താ പറഞ്ഞത്? ബിദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നതാണ്. നൂറുന്ന ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, ദിക്റിൽ ഏറ്റവും മുന്തിയ ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ പറഞ്ഞതിൽ ഏറ്റവും മഹത്തരമായ ശ്രേഷ്ഠമായ വാക്ക് ഏതാണ്? ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംസാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതുകൊണ്ടാണല്ലോ നമുക്ക് റമദാനിൽ പഠിപ്പിച്ച സ്പെഷ്യൽ ആ ദിക്റിലും തസ്ബീഹിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലേ എന്ന് ചൊല്ലിക്കളെല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയെങ്കിൽ ശേഷം പറയുന്നതൊക്കെ കിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇത് രൂഢമൂലമാവണം. എന്നാലേ അസ്തഗ്ഫിറുല്ലക്ക് പ്രസക്തിയുള്ളൂ, അസ്അലുകൽ ജന്ന ഏറ്റെടുക്കുകയുള്ളൂ, അഊദു ബിക മിനന്നാർ എന്ന് പറയാനുള്ള യോഗ്യത കിട്ടുകയുള്ളൂ. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബ്ല അൻ യുഹാല ബൈനി വബൈനകും. അല്ലാഹു പറഞ്ഞു, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ മറയിടപ്പെടുന്നതിന് മുമ്പ് തന്നെ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. വലഖിനൂഹാ അലാ മൗതാകും, നിങ്ങളിൽ മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ. മരിച്ചവരുടെ പരലോക ഗുണത്തിന് വേണ്ടി നിങ്ങൾ ദിക്റുകൾ ചൊല്ലിക്കോളൂ. വലഖിനൂഹാ അലാ മൗതാകും, അതിന് രണ്ടർത്ഥമുണ്ട്. മരിച്ചവർക്ക്, മരണം ആസന്നമായവർക്ക്, ഇവർക്ക് വേണ്ടിയൊക്കെ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഏറ്റവും വലിയ മഹത്വമുള്ളൊരു ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം കിട്ടുമെന്നാണ് പറഞ്ഞത്. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നതാണ്, സമാധാനം കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്കിയായിൽ പഠിപ്പിച്ചത് കാണാം. നമ്മുടെ മനസ്സുകൾ ശുദ്ധമാവാൻ എന്താണ് ചെയ്യേണ്ടത്, അതിലുള്ള പ്രതിവിധികൾ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മരുന്നുകൾ എന്താണ്? അവിടുന്ന് പറഞ്ഞു, വദവാഉ ഖൽബിൻ, പിന്നെന്താണ്? വദവാഉ ഖൽബിൻ അറിഞ്ഞാ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദർറുഉ ബിസ്സഹർ വമുജാലസതു സ്സാലിഹീനൽ ഫുല്ലലാ. വദവാഉ ഖൽബിൻ, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള മരുന്നുകൾ ഖംസത്തുൻ, 5 എണ്ണമാണ്. ആ 5 എണ്ണത്തിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി പറഞ്ഞത് ഫതിലാവത്തുൻ, അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എങ്ങനെ? ബിതദബ്ബുരിൽ മഅന, മഅന അതിൻ്റെ അർത്ഥതലത്തിൽ, അർത്ഥത്തെ ചിന്തിച്ചുകൊണ്ട്, അർത്ഥം ഓർത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. അപ്പം എനിക്ക് അർത്ഥം കിട്ടൂലല്ലോ, കിട്ടണം. അർത്ഥം നമ്മൾ പഠിക്കണം. ഒന്നുകിൽ ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ പറ്റുന്നതൊക്കെ വായിച്ച് പഠിച്ചിട്ട് ഖുർആനെ കുറിച്ച് നമുക്കൊരു ബന്ധമുണ്ടാവണം. അപ്പം അർത്ഥം ഓർത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അത് തീർച്ചയായും ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ, ഇൻ തത്ലൂഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലല്ലാഹ്, അതെ, അത്ഫഅത സിർറഹ സിർറല അത്ഫഅത സിർറലദ ഹർറലദ മിൻ വിർദിഹ ശബിമി. നീ ഖുർആൻ ഓതുമ്പോൾ നിൻ്റെ മനസ്സിലുള്ള നെയ്യത്തെന്താണ്? പടച്ചവനെ, ഈ ഓത്തുകൊണ്ട് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം. നരകത്തെ ഓർത്തുകൊണ്ട്, നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരാൾ ഖുർആൻ ഓതിയാൽ, അങ്ങനെ കരയുമ്പോൾ നിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ നരകത്തിൻ്റെ കഠോരമായ തീയിനെ അത് കെടുത്തിക്കളയാൻ കഴിയുമെന്നല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ ആ നിരക്ക് ഖുർആൻ ഓതുന്നവരാവണം. എന്തോ ഒരു വയന്ന മട്ടത്തിലിങ്ങനെ കോട്ടുവായിട്ടിട്ട് കയ്യും കാലൊക്കെ നീട്ടി വെച്ചിട്ട് എന്തോ ഒരു കോലത്തിലിങ്ങനെ ഓതി അതിലേക്ക് മൊബൈലിലേക്ക് ഒന്ന് നോക്കും, മൊബൈലിങ്ങനെ വെക്കും. ഈ രൂപത്തിലൊന്നുമല്ല. അർത്ഥം ഓർത്തുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടെ ഖുർആൻ ഒരാൾ പാരായണം ചെയ്താൽ അത് മതി മുതലാക്കാൻ. ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല തദബ്ബുറുണ്ടാവണം, നല്ല ചിന്തയുണ്ടാവണം. അതോടൊപ്പം തന്നെ അക്ഷര സ്ഫുടതയോടുകൂടെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്.